ഇനി ഹോട്ടൽ റൂം എടുക്കുമ്പോൾ റിസപ്ഷനിൽ ക്യൂ നിന്ന് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ട. എന്തിന്? കിയോ റൂം നമ്പർ പോലും ചോദിക്കണ്ട. ഭാഷ അറിയില്ലെങ്കിലും അങ്ങ് പൊക്രാനിലോ ചൈനയിലോ ഇങ്ങ് കർണാടകയിലോ പോയി റൂം എടുത്ത് സുഖസുന്ദരമായി താമസിക്കാം. എല്ലാം ഈ മൊബൈലിലുണ്ട്, ഈ റൂമിന്റെ ചാവി അടക്കം. ഇനി റൂമിലെത്തിയാൽ എന്താവശ്യത്തിനും ഈ ആപ്ലിക്കേഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. മലയാളത്തിലുണ്ട് എല്ലാം. ഒരു തൃശ്ശൂരുകാരൻ ഗഡിയാണ് ലോകത്തെ ഹോട്ടൽ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഇൻപ്ലാസ് എന്ന അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ ആപ്ലിക്കേഷന് പിന്നിൽ റഫീഖ് മുഹമ്മദ്. ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ പറ്റിയത്? ഇൻപ്ലാസിൻ്റെ തുടക്കം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു സഞ്ചാരിയാണ്. അങ്ങനെ പല രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അവിടുത്തെ ഹോട്ടലുകളിൽ നമ്മൾ താമസിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകാം, അതല്ലാത്തത് ഉണ്ടാകാം. അവിടെ നിന്നാണ് ഇത്തരം ഒരു ഐഡിയ തുടങ്ങുന്നത്. നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിലോ 4 സ്റ്റാർ ഹോട്ടലിലോ താമസിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു ഗസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും സുപ്പീരിയർ ആയിട്ടൊരു കംഫർട്ടാണ് നമ്മൾ അവിടെ നോക്കുക. ഇത്തരം ഒരു കംഫർട്ടിന് നമുക്ക് വേണ്ടത് ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ നമ്മളുടെ ചരിത്രത്തിലൊക്കെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ എവിടെ മിസ്സാകുന്നു അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇതുപോലുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിൽ നമ്മൾ താമസിക്കുന്നു, ആ ഉദ്ദേശിച്ചൊരു കംഫർട്ട് നമ്മൾ ഏറ്റവും സുപ്പീരിയർ ഇതിനു വേണ്ടിയിട്ടല്ലേ ഈ സ്റ്റാർ കാറ്റഗറി റേറ്റിംഗ് ഇതെല്ലാം വരുന്നത്. അപ്പം ഞാനിത് ഈ ഹോട്ടൽ മേഖലകളിൽ ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഉള്ള ആളുകളായിട്ട്, അതുപോലെ ഈ ഗ്ലോബ് ട്രോട്ടേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഏവിയേഷൻ പ്രൊഫഷണലുകളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ ഇതെല്ലാവർക്കുള്ള പ്രശ്നമാണ്. പക്ഷേ എനിക്കിതൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. തീർച്ചയായും. ഇതിപ്പോൾ നിലവിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. അപ്പം അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? എന്താണ് ഈ ഹോട്ടൽസിനുള്ള ബെനിഫിറ്റ്സ്? നമ്മൾ ഹോട്ടൽസിൻ്റെ ബെനിഫിറ്റ് കാണുമ്പോൾ അത് 3 പേഴ്സ്പെക്റ്റീവിൽ കാണണം. ഒന്ന് ഹോട്ടൽ ഗസ്റ്റ്. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മളൊരു ഹോട്ടലിൽ പോകുമ്പോൾ ബുക്ക് ചെയ്ത് അവിടെ പോകുന്നു, നമ്മൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു വലിയ ക്യൂവിൽ നിന്ന് അവിടെ ചെക്ക് ഇൻ ചെയ്യുന്നു, ഹോട്ടൽ റൂമിൽ പോകുന്നു, ഫോൺ ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പോർച്ചുഗലിൽ പോകുന്നു, നിങ്ങൾ സ്പെയിനിൽ പോകുന്നു, നിങ്ങൾ ബാങ്കോക്കിൽ പോകുന്നു, നമുക്ക് മലയാളത്തിൽ അവിടുത്തെ ഫുഡ് ഓർഡർ ചെയ്യാം. അതുപോലെ ഞങ്ങൾ ഓപ്പറേഷണൽ ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലെയും അവിടുത്തെ ടൂറിസം വകുപ്പുകൾ, അതുപോലെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പബ്ലിക് റിലേഷൻസ്, മൂവി ഹൗസസ്, അതുപോലെ ക്യാബ്, എയർപോർട്ട് പിക്കപ്പ് ഡ്രോപ്പ് ഓഫ്, ആശുപത്രികൾ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി നമ്മളുടെ സൊല്യൂഷൻ അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ ഒരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു സഞ്ചാരി ഇപ്പോൾ കേരളത്തിൽ നിന്ന് ബാങ്കോക്കിൽ പോയി ഒരു എയർപോർട്ട് പിക്കപ്പ് വേണം, അല്ലെങ്കിൽ അവിടുത്തെ സിറ്റി ഇൻഫർമേഷൻ വേണം, എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ പ്ലാസ് ഗസ്റ്റ് ആപ്ലിക്കേഷൻ. സ്റ്റാഫിനെ സംബന്ധിച്ച് ഇപ്പം മിക്കവാറും വലിയ ഹോട്ടലുകളിൽ പോലും സ്റ്റാഫുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വാട്സപ്പിലൂടെയും ഫോണുകളിലൂടെയാണ്. നമ്മളിതെല്ലാം മാറ്റിയിട്ട് ഇൻപ്ലാസ് സ്റ്റാഫ് ബൈ ഇൻപ്ലാസ് എന്ന ആപ്ലിക്കേഷനിലൂടെ അവരുടെ ടീം കോർഡിനേഷനും അവരുടെ എഫിഷ്യൻസി കൂട്ടാനുള്ള എല്ലാ സൊല്യൂഷൻസും ഗസ്റ്റിൽ നിന്ന് നേരിട്ട് സ്റ്റാഫിലേക്ക് ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിക്വസ്റ്റ് കിട്ടാകുന്ന ഒരു സംവിധാനമാണ് നമ്മൾ ഏർപ്പെടുത്തുന്നത്. ഹോട്ടൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിന് ഇപ്പോൾ ഒരു 5 or 10 എത്ര നമ്പറുള്ള ഹോട്ടലായിക്കോട്ടെ, അവർക്കൊരു മൊബൈൽ ഫോണിലൂടെയോ അവരുടെ ടാബിലൂടെയോ ലോകത്ത് എവിടെയുള്ള ഹോട്ടലുകളുടെയും അവിടെ ഹോട്ടലുകളിൽ നടക്കുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, എത്ര ഗസ്റ്റ് ചെക്ക് ഇൻ ചെയ്തു, അവിടെ റിക്വസ്റ്റ് എന്താണ്, ഏത് റിക്വസ്റ്റാണ് അഡ്രസ്സ് ചെയ്തത്, എന്താണ്, ഏത് സ്റ്റാഫാണ് നന്നായി പെർഫോം ചെയ്യുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് കാര്യങ്ങൾ ഊർജ്ജസ്വലമായിട്ട് നടത്തുന്നത്, ഇത്തരം എല്ലാ മെഷർമെൻറ്റ്സും അവർക്ക് എടുക്കാൻ പറ്റും. ഇത്തരം എല്ലാ ഡാറ്റ ഇൻ്റലിജൻസും അവർക്ക് കിട്ടും. അപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് ഡിജിറ്റലായി വരുന്നൊരു സംവിധാനത്തിൽ ക്രോസ് സെല്ലിങ് അപ്പ് സെല്ലിങ്ങും കൂടുതൽ നടത്തും. ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 1 വർഷമായി ഈ ഇൻപ്ലാസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഹോട്ടലുകൾ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ഭാഗമായി 25% to 30% അവരുടെ യീൽഡിൽ, റവന്യൂവിൽ വർധന വന്നിട്ടുണ്ട്. 90% അവരുടെ സ്റ്റാഫ് പെർഫോമൻസിൽ വർധന വന്നിട്ടുണ്ട്. അവരുടെ മൊത്തമുള്ള റിസോഴ്സസിൻ്റെ ഒപ്റ്റിമൈസേഷനിൽ 100% വർധന വന്നിട്ടുള്ളതെന്നത് നമ്മളുടെ ഹോട്ടൽ കസ്റ്റമേഴ്സ് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. ആക്ച്വലി ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനിലേക്ക് എത്തുമ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് ഇതിന് മുമ്പ് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വഴി വെട്ടുകയാണ്.
അപ്പം എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് മുതലുള്ള ഇതിൻ്റെ ഒരു ജേണി? നല്ലൊരു ജേണിയാണ് അത്. ഓർക്കാൻ സുഖമുള്ളതും എന്നാൽ അതിലുള്ള പല കാര്യങ്ങൾ ഓർക്കാൻ താല്പര്യമില്ലാതെ വരുന്ന സംഭവങ്ങളാണ്. അക്ഷയനെ അറിയാമല്ലോ, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് ഇതിലുള്ള ഇൻപ്ലാസിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ദേർസ് നോ റോൾ മോഡൽ ഫോർ ഇൻപ്ലാസ്. ദേർസ് നോ നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും നമുക്കൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാകും. ആ ബെഞ്ച് മാർക്കിൻ്റെ അപ്പുറത്ത് നമ്മൾ എക്സൽ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു സംരംഭത്തിൻ്റെയും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നവും ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടാർഗറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബെഞ്ച് മാർക്കോ നമ്മൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഹോസ്പിറ്റാലിറ്റി ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് പല പ്രോഡക്റ്റുകളുണ്ട്, പല സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്നുള്ള ഡൊമെയിനിൽ വളരെ കുറഞ്ഞ പ്ലെയേഴ്സേ ഉള്ളൂ. ഐ എം ടോക്കിംഗ് അബൌട്ട് ഗ്ലോബലി ടു കാറ്റർ 18.5 മില്യൺ ഹോട്ടൽ റൂംസ്. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഏറ്റവും വെല്ലുവിളി. പക്ഷെ ഒരു ഓൺട്രപ്രണർ എന്നുള്ള നിലയ്ക്ക് ഈ ചലഞ്ചുകൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു അസ്കിത ഉള്ളത് കൊണ്ട് നമ്മുടെ തുടക്കകാലത്ത് നമ്മളിപ്പോൾ ദുബായിലാണ് നമ്മൾ ലോഞ്ച് ചെയ്തത് ആസ് എ പൈലറ്റ് വേർഷൻ. പല ഹോട്ടലുകളിലും നമ്മൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യൂ, ട്രൈ ചെയ്ത് നോക്കൂ, ഫ്രീ ആയിട്ട് എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിജക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത്തരം ഹോട്ടലുകളിൽ പലരുമാണ് ഇന്ന് നമ്മളുടെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ്സ്. അത് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ചലഞ്ചും ആ ചലഞ്ചിൽ നിന്ന് നമ്മൾ നേടിയ സക്സസ്സും. ഡെഫിനറ്റ്ലി നമുക്ക് ഹോട്ടലുകാരെ സംബന്ധിച്ചിടത്തോളം ക്ലയൻസാണ് ഏറ്റവും വലുത്. ക്ലയൻസിന് ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, പ്രത്യേകിച്ച് ഇൻ്റഗ്രേറ്റഡ് ചെയ്തുകൊണ്ട്. അപ്പം നിലവിൽ ഇപ്പം വേൾഡ് വൈഡ് തന്നെ നല്ല അക്സെപ്റ്റൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി? നമ്മൾ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട ആഗോള ഹോട്ടൽ ശൃംഖലകളുടെയൊക്കെ ആസ്ഥാനം US-ലാണ്. നമ്മളും നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് US-ലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഹോട്ടലുകൾക്കുള്ള ഒരു ആക്സസിൻ്റെയും ആക്സെപ്റ്റൻസിൻ്റെയും സാമീപ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഇതിനപ്പുറം നമ്മളിപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഇന്ത്യയിൽ നമ്മളുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലുള്ള പല കോർപ്പറേറ്റ് ഹോട്ടൽസായിട്ട് ഡിസ്കഷൻസും ഫൈനലൈസേഷൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. എന്നെ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം 1 ഡസനോളം ഹോട്ടൽസ് ഓൺബോർഡ് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് തന്നെ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ആക്സെപ്റ്റൻസാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിമാൻഡാണ്. US-ൽ ഇന്ത്യൻ ഓൺട്രപ്രണേഴ്സ്, ഇന്ത്യൻ ഫൗണ്ടേഴ്സ് സ്ഥാപിച്ചിട്ടുള്ള ടെക്നോളജി കമ്പനികളുടെ ഒരു ഷോർട്ട്സ് ലിസ്റ്റിങ്ങും അവാർഡിങ്ങും ഉണ്ട്. അതിൽ ഈ 2024 ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള 20 ടെക്നോളജി കമ്പനികളിൽ ഒന്നായിട്ട് നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് കിട്ടിയിട്ടുള്ളൊരു അവാർഡാണ്. വളരെ സന്തോഷമുണ്ട്. ഇനി ഈ ആപ്ലിക്കേഷനിൽ AI കൂടി വരാൻ പോകുന്നു. ഇനി നമുക്ക് സ്വന്തം ഭാഷയിൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്, എന്താണ് എക്സ്പാൻഷൻ പ്ലാൻസ്? ഇത് ഹോട്ടൽ മേഖലയിൽ മറ്റുള്ള ടെക്നോളജി, ഇപ്പോൾ ബുക്കിംഗ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ വളർച്ചാ സാധ്യത വളരെ വിപുലമാണ്. ഞങ്ങൾക്ക് കിട്ടുന്ന ഡിമാൻഡ് അനുസരിച്ച് തന്നെ ഞങ്ങൾ വളരാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 6 കൺട്രികളിലാണ് നമ്മളിപ്പോൾ ഓപ്പറേഷൻ ഉള്ളത്. ഒരു 15 രാജ്യങ്ങളിൽ കൂടി ഓപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതിനനുസരിച്ചുള്ള ബിസിനസ് ടൈഅപ്പുകളും അഫിലിയേഷൻസും ഒക്കെ നമ്മൾ തുടങ്ങി. എന്തായാലും ലോകത്ത് തന്നെ ഈ ഒരു ഹോട്ടൽ മേഖലയെ ഭരിക്കുന്ന ഒരു ആപ്ലിക്കേഷനായിട്ട് ഇത് മാറട്ടെ. എന്തായാലും ഇതിൻ്റെ ഒരു തലപ്പത്തും ഇതിൻ്റെ പിന്നിലും ഒരുപാട് മലയാളികളുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നതിലും എന്തായാലും വലിയൊരു പ്രൗഡ് മൊമെൻ്റ് കൂടിയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു അക്ഷയ്.